കുണ്ടറ പീഡന കേസിൽ പ്രതിയായ മുത്തച്ഛന് 3 ജീവപര്യന്തം തടവ്. വിശദാംശങ്ങളുമായി രാജ്കുമാർ കൊല്ലത്തുനിന്ന് ചേരുന്നുണ്ട്. രാജ്കുമാർ, 11 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ആ പീഡനത്തിൽ പെൺകുട്ടി മനംനൊന്ത് തൂങ്ങി മരിച്ചു എന്നതായിരുന്നു കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി. 13 വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ചെന്നും പീഡനത്തിൽ മനംനൊന്ത് 10 വയസ്സുകാരി തൂങ്ങി മരിച്ചെന്നുമായിരുന്നു പോലീസിന്റെ കേസ്. ഈ പ്രതിയായ 74 വയസ്സുള്ള മുത്തച്ഛൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്ന് വിധിയിൽ പറയുന്നുണ്ട്. പോക്സോ വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് കൊട്ടാരക്ക ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി അഞ്ജുബീര ബിർളയാണ് സുപ്രധാനമായ ശിക്ഷ വിധിച്ചത്. ഇതിൽ മാത്രമല്ല, ഇതില് 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ 2017 ജനുവരി 15-നാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കുട്ടി പീഡനത്തിന് ഇരയായെന്ന് അന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടെ മുത്തച്ഛൻ കുട്ടിയുടെ അച്ഛനാണ് പ്രതി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഈ പ്രതി, അതായത് ആരോപണം ഉന്നയിച്ച മുത്തച്ഛൻ തന്നെയാണ് പ്രതി എന്ന നിലയിലേക്ക് പോലീസ് കണ്ടെത്തിയതും. ഇന്ന് രാവിലെ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. പിന്നീട് ശിക്ഷ സംബന്ധിച്ച് വാദം നടന്നു. വാദത്തിനൊടുവിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി അല്പസമയം മുമ്പ് കോടതി പ്രതിക്ക് ഇത് 3 ജീവപര്യന്തം അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാവും ശിക്ഷ വിധിച്ചത്. രാജ്കുമാർ, സാധാരണഗതിയിൽ കേട്ടിട്ടുള്ള ഒരു ശിക്ഷാവിധി അല്ല. ഇരട്ട ജീവപര്യന്തമൊക്കെ സാധാരണഗതിയിൽ ശിക്ഷാവിധിയായി വരാറുണ്ട്. പക്ഷേ 3 തവണയായിട്ടുള്ള ജീവപര്യന്തം ഒറ്റ തവണയായി അനുഭവിക്കണം എന്ന് പറയുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി തന്നെ കോടതി ഇതിനെ പരിഗണിച്ചു, അല്ലേ? തീർച്ചയായിട്ടും. അതായത് വിചാരണ വേളയിൽ പ്രധാന സാക്ഷികൾ ഉൾപ്പെടെ കൂറുമാറിയിരുന്നു. എന്നിട്ടും ഇതില് പോലീസിന്റെ അന്വേഷണവും ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെ ഇതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള വാദമുഖങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു. പ്രേരണാ കുറ്റം പോലീസ് ചുമത്തിയിരുന്നെങ്കിലും, ആത്മഹത്യാ പ്രേരണാ കുറ്റം പോലീസ് ചുമത്തിയെങ്കിലും അത് നിലനിൽക്കില്ലെന്ന് കോടതി തന്നെ പറഞ്ഞു. പക്ഷെ അതേസമയം പോക്സോ കേസുകൾ കുണ്ടറ പോലീസ് ചുമത്തിയ പോക്സോ വകുപ്പുകൾ അത് നിലനിൽക്കും. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ശിക്ഷ ഈ പ്രതിക്ക് മാതൃകാപരമായൊരു ശിക്ഷ കോടതി വിധിച്ചത്. ശരി, രാജ്കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കുണ്ടറ പീഡന കേസിൽ പ്രതി മുത്തച്ഛന് 3 ജീവപര്യന്തം ശിക്ഷ.